സുരേഷ് ഗോപിയെ കാണുമ്പോൾ ചൊറിഞ്ഞു കുരു പൊട്ടുകയാണ് ഇപ്പോൾ ജോൺ ബ്രിട്ടാസിന്. ബ്രിട്ടാസ് നേരത്തെ കുംഭമേളയെ ആക്ഷേപിച്ച് പറഞ്ഞല്ലോ. കുംഭമേളയെ ആക്ഷേപിച്ച് പറഞ്ഞത് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോർത്ത് ഇന്ത്യയെ കൊടുത്താൽ അവരെടുത്ത് പഞ്ഞിക്കിടും. ഏതായാലും സുരേഷ് ഗോപിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ഡൽഹിയിലൊരു പണിയില്ല, അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ വന്ന് ആശാ വർക്കർമാരെയൊക്കെ കണ്ടു നടക്കുകയാണ് എന്നാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനും നിർമ്മലാ സീതാരാമനും കൂടെ കണ്ടു. അപ്പോൾ ഡൽഹിയിൽ നിറയെ പണിയുള്ള ആളാണ് താനെന്നാണല്ലോ ഈ ജോൺ ബ്രിട്ടാസ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. സുരേഷ് ഗോപിക്ക് ഒരു പണിയില്ല, അതുകൊണ്ട് ആശാ വർക്കർമാരെ കണ്ട് 2-3 പ്രാവശ്യം കണ്ടു നടക്കുന്നു. എന്നാൽ തനിക്ക് ഡൽഹിയിൽ വലിയ പിടിപ്പത് പണിയുണ്ട് എന്ന് പറയുന്ന ബ്രിട്ടാസിനെ കൂട്ടിയില്ല നിർമ്മലാ സീതാരാമനെ കാണാൻ. വിളിച്ചുകൊണ്ട് പോയത് KV തോമസിനെയാണ്. അപ്പോൾ അത് വളരെ രസകരമായൊരു സിറ്റുവേഷനാണ്. ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലേക്ക് അംഗമായി വന്നപ്പോൾ നമ്മൾ പലരും പിണറായി വിജയൻ ഇൻ്റലിജൻ്റായൊരു നീക്കമാണ് നടത്തിയതെന്ന് തോന്നിയിരുന്നു. എന്തെന്ന് വെച്ചാൽ ഡൽഹി നേരത്തെ തന്നെ പത്രപ്രവർത്തനം എന്ന നിലയിൽ പരിചയമുള്ള ഒരാൾ, ദശാവുവിനുടെ ഡൽഹി ബ്യൂറോ ചീഫ്, സാമാന്യന് ഭാഷാബോധമൊക്കെ ഉള്ള ഒരാൾ, അവിടെ വേണമെങ്കിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ വേണ്ട കേന്ദ്രങ്ങളിൽ അവതരിപ്പിക്കാൻ എന്തൊക്കെ പറഞ്ഞാലും ബ്രിട്ടാസ് വൃത്തിയായി സംസാരിക്കും. പാർലമെന്റിൽ ബ്രിട്ടാസിന്റെ ചില പെർഫോമൻസ് ഒക്കെ നല്ലതാണ്. അത് മാത്രമല്ല, വെങ്കട്ടര പണ്ട് രാജ്യസഭാ അധ്യക്ഷനായിരിക്കെ ഉപരാഷ്ട്രപതി അദ്ദേഹത്തെ ഒരു തവണ പ്രശംസിച്ചു. മികച്ച പാർലമെന്ററിയാണെന്ന്. അതിലൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അഭിമാനകരമായ കാര്യമാണ്. പക്ഷേ അങ്ങനെ ബ്രിട്ടാസ് അത് ആ പ്രതീക്ഷയ്ക്കൊത്തു ഉയരുകയും അതിനുവേണ്ടി കേരളത്തിൻ്റെ ഒരു അംബാസിഡറെ പോലെ അവിടെ രാജ്യസഭാ അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ KV തോമസിന് ഭാരിച്ച ശമ്പളവും കൊടുത്ത് അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏൽപ്പിച്ച ജോലി മര്യാദയ്ക്ക് ചെയ്യാത്തത് കൊണ്ടാണ് ബ്രിട്ടാസിന് പകരമായിട്ട് വേറൊരു പ്രൊഫസറെ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട റിട്ടയർഡ് പ്രൊഫസറെ വെക്കേണ്ട ഗതികേടിലേക്ക് പിണറായി വിജയൻ എത്തിയത്. ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പം ശരിയായും പശ്ചാത്തപിക്കുന്നുണ്ടാവും. ഈ ബ്രിട്ടാസിന് വേറൊരു പണിയില്ലായിരുന്നു, അവനെ കൈരളിയിൽ നിന്ന് കൊണ്ടുപോകണ്ടായിരുന്നു, അവൻ ആ പണി തന്നെ മതിയായിരുന്നു എന്ന് അദ്ദേഹം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ടാവും. ഇപ്പം ഈ സുരേഷ് ഗോപിക്ക് പണിയില്ലേ എന്ന് ചോദിക്കുന്ന ആളിന് കേരളത്തിന് വേണ്ടി ഈ ബ്രിട്ടാസ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റിൽ ഷൈൻ ചെയ്യാനുള്ള അവസരം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതെ, കേരളത്തിൻ്റെ ആവശ്യം കൃത്യമായി അവതരിപ്പിക്കുന്നതിനോ അതിനുവേണ്ടി ലോബി ചെയ്യുന്നതിനോ മിനിമം ധനമന്ത്രിയുടെ ഇടയിൽ പിണറായിയുടെ ഒരു ദ്വിഭാഷിയായിട്ടെങ്കിലും പങ്കെടുക്കാനോ പറ്റിയിരുന്നില്ല അദ്ദേഹത്തിന്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച തോമസ് മാഷിന് ഉള്ള സ്വാധീനം പോലും ഡൽഹി പൊളിറ്റിക്സിൽ ജോൺ ബ്രിട്ടാസിനില്ല. ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പിണറായിക്ക് വിശ്വാസവുമില്ല. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. സത്യത്തിൽ കേരളത്തിന് അനുഗുണമായി ഈ രാജ്യസഭാംഗത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏതെല്ലാം മേഖലയിൽ, പക്ഷേ അതിന് പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ് പിന്നീടാണ് KV തോമസിനെ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് വെച്ചത്. ആദ്യം രാജാമണിയെ വെച്ചു, വേണു രാജാമണിയെ വെച്ചു, അതും ബ്രിട്ടാസിൻ്റെ ഒരു പരാജയമാണ്. അതിനു മുമ്പ് സമ്പത്തിനെ വെച്ചു. സമ്പത്ത് സ്ഥിരം ആ തൊഴിലിൻ്റെ ആളായിരുന്നു. സമ്പത്ത് പിന്നെ വേറെ കാര്യമുണ്ട്, കോവിഡ് കാലത്ത് നേരെ അവിടുന്ന് പൂട്ടി വീട്ടിൽ വന്നിരുന്നിട്ട് ആ കാലയളവിൽ ശമ്പളം മേടിക്കുകയും ചെയ്തു. വർക്ക് അറ്റ് ഹോം ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഇപ്പോൾ ഈ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താൻ ഇദ്ദേഹത്തിന് എന്താണ് അവകാശം? സുരേഷ് ഗോപി ഒരു ജനകീയ നേതാവാകാൻ സർവ്വതാ അധ്വാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് പോപ്പുലർ ലീഡർ സുരേഷ് ഗോപിയാണ്. മാത്രമല്ല സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും കൂടെ ഒരു ജംഗ്ഷനിൽ ഇറങ്ങി നിൽക്കട്ടെ, എവിടെ ജനം കൂടും. അതെ, ആരെയാണ് കൂടുതൽ കേൾക്കുന്നത്? വാചാലനാണല്ലോ ബ്രിട്ടാസ്, പക്ഷേ കേൾവിക്കാർ സുരേഷ് ഗോപിയെ കേൾക്കും. വാചാലത്വം മാത്രമല്ല, ഉടനെ പറയാം സുരേഷ് ഗോപി സിനിമ നടനല്ലേ അല്ലേ ഇത് ചോദിക്കാം. അങ്ങനെയല്ല, ബ്രിട്ടാസിനെ എല്ലാവർക്കും അറിയാം, സെലിബ്രിറ്റിയാണ്. ബ്രിട്ടാസ് ദൃശ്യമാധ്യമത്തിലും വേണ്ടി വന്നാൽ ഒരു സിനിമയിലും കൈവച്ച ആളാണ്. അതെ, മമ്മൂട്ടിയുടെ ഉറ്റ സുഹൃത്താണ്. കൈരളി ചാനൽ നടത്തി ഒരു സിനിമാ നടനേക്കാൾ ഗ്ലാമർ ഉണ്ട് എന്ന് സ്വയം ധരിക്കുന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹം എത്രയോ സെലിബ്രിറ്റികളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അത്രയും പോപ്പുലറായ ഒരാളുണ്ട്. മാതാ അമൃതാനന്ദമയ്ക്കെതിരെ വരെ ഇൻ്റർവ്യൂ മദാമയെ പോയി റെഡ്വില്ലിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തില്ലേ. അപ്പം അങ്ങനെ അതിന് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസൊക്കെ വന്നായിരുന്നു, അതെന്തായത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് അദ്ദേഹത്തിന്. പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നില്ല, തികച്ചും അസൂയ. സുരേഷ് ഗോപിയുടെ പോപ്പുലാരിറ്റിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പലരെ എന്ന പോലെ ബ്രിട്ടാസിന് അസഹനീയമായ അസൂയയാണ്.
നിലാവുള്ള രാത്രിയിൽ ആകാശത്ത് കാണുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി നായ്ക്കൾ കുരയ്ക്കും. ആ നായ്ക്കളുടെ ശ്രേണിയിലേക്ക് ജോൺ ബുട്ടാസ് കൂടെ കയറി നിൽക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇല്ല, നമുക്ക് നമ്മൾ അറിയുന്ന ഒരു ജോൺ ബ്രിട്ടാസ് കാര്യങ്ങളെ അവധാനതയോടെയൊക്കെ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ പാടില്ല. ഇതൊരു തറ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് നമ്മൾ ബുട്ടാസിനെതിരെ നമുക്ക് ഈ വർത്തമാനം പറയേണ്ടി വന്നത്. അത് നമ്മൾ ശരിക്കും ഇഷ്ടത്തോടെ ചെയ്യുന്നതല്ല. അതെ അതെ, നമ്മളൊരു മാധ്യമ സഹോദരനായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല, നമുക്ക് വ്യക്തിപരമായി ബുട്ടാസിൽ താല്പര്യമുള്ള ഒരുപാട് ഗുണങ്ങൾ, ക്വാളിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ചെറിയാൻ ഫിലിപ്പ് രാജ്യസഭയിൽ പോകാൻ ഒരുങ്ങുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ അത് വെട്ടി. ചെറിയാൻ അതുകൊണ്ട് CPM നഷ്ടപ്പെടുകയും ചെയ്തു. ആ സ്ഥാനത്ത് ബ്രിട്ടാസ് വന്നത്. അപ്പോൾ ചെറിയാനാണോ ബ്രിട്ടാസാണോ ഭേദമെന്ന് നമുക്ക് ആദ്യം തോന്നി. ബ്രിട്ടാസിൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് കണ്ടപ്പോൾ ബ്രിട്ടാസാണ് നല്ല ചോയ്സ്. അപ്പോഴാണ് നമുക്ക് ഈ തീരുമാനത്തിൽ പിണറായിക്ക് തെറ്റിയില്ല എന്നും തോന്നിയത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ബ്രിട്ടാസ് ഒരു തറ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അധപതിക്കരുത്. അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ബ്രിട്ടാസിൻ്റെ ഒരു സ്റ്റേച്ചർ വേറെയാണ്. പക്ഷേ വേറെ കാര്യമുണ്ട്, വല്ലാത്ത അസൂയ ബ്രിട്ടാസിനും വരും. കാരണം സുരേഷ് ഗോപി ഓരോ ദിവസവും എത്രമാത്രം ടാർണിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സുരേഷ് ഗോപിയുടെ ജനകീയ പിന്തുണ കൂടുകയാണ്. ഇപ്പോൾ ആശാ വർക്കർമാരുടെ സമരത്തെ അദ്ദേഹം സുരേഷ് ഗോപി 3 തവണയോ മറ്റാണ് കണ്ടത്. അന്ന് കണ്ടു, അവർ വെയിലും മഴയും കൊണ്ടിരിക്കുന്നവർക്ക് മഴക്കോട്ടുകൾ കൊടുത്തു, കുട കൊടുത്തു. അപ്പോൾ അതിനാണ് CPMകാർ ഉമ്മ കൊടുത്തോ എന്നറിയത്തില്ല. എന്തൊരു തറ വർത്തമാനമാണ്. അതെ അതെ, അവർക്ക് സഹിക്കുന്നില്ല. അസഹനീയത ബ്രിട്ടാസിലൂടെയും പുറത്തു വരികയാണ്. അതിനുശേഷം വീണ്ടും വന്നു പൊങ്കാല ദിവസം അവർക്ക് പൊങ്കാല കിറ്റ് കൊടുത്തു. വേണമെങ്കിൽ സമരത്തിലിരിക്കുന്നവർക്ക് പൊങ്കാല ഇടാൻ ഉദ്ദേശിച്ചായിരിക്കാം. പൊങ്കാല കിറ്റുകൾ കൊടുക്കുന്നു. വീണ്ടും കേന്ദ്രമന്ത്രി നഡ്ഡ ഇൻസെൻറ്റീവ് കൂട്ടാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം പറഞ്ഞപ്പോൾ രാത്രിയിൽ വീണ്ടും അവിടെ വരുന്നു. അങ്ങനെ ആ വിഷ്വൽസ് കാണണം. സുരേഷ് ഗോപി അവിടെ വരുമ്പോൾ ആ സമരം ചെയ്യുന്ന എല്ലാവരും ഒരു മധ്യവയസ്ക കഴിഞ്ഞ സ്ത്രീകളാണ്. അതായത് ചെറുപ്പക്കാരികളെ പോലെയുള്ള ഒരു വെകിളിയുള്ള സ്ത്രീകളൊന്നുമല്ല, പക്വതയുള്ള സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയും കാര്യപ്രാപ്തിയുമുള്ള സ്ത്രീകളാണ്. അവരൊക്കെ ആ സുരേഷ് ഗോപി എന്നുള്ള നടനോടുള്ള സ്നേഹമല്ല, മന്ത്രി എന്ന നിലയിലുള്ള സ്നേഹം കാണിക്കുമ്പോൾ നമുക്ക് സത്യത്തിൽ ഒരു സന്തോഷവും അഭിമാനമൊക്കെ ഉണ്ടാവും. ഒരു മൂത്ത സഹോദരൻ, തങ്ങളുടെ സ്വന്തം ഒരാൾ വന്നു നിന്ന് ഞങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള ഫീലാണ്. എല്ലാവരും കൈ നീട്ടുകയാണ് ആ കയ്യിലൊന്ന് പിടിക്കാൻ. കേരളത്തിലെ ഏത് രാഷ്ട്രീയക്കാരൻ ചെന്ന് നിന്നാൽ സുരേഷ് ഗോപിയോട് ആ കാണിച്ച സ്നേഹവായ്പ് കിട്ടും. അതെ അതെ അതെ, രാഷ്ട്രീയക്കാരനാണെന്ന് കണ്ട കുറച്ച് അകലം മാറി. അതെ അതെ അതെ, അങ്ങനെ റിപ്പൽസീവ് ക്യാരക്ടേഴ്സാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ. അട്രാക്റ്റീവ് ക്യാരക്ടേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സുരേഷ് ഗോപി ഒരു ക്രൗഡ് പുള്ളറായി മാറിക്കൊണ്ടിരിക്കുന്നത്. ക്രൗഡ് പുള്ളറെന്ന് മാത്രമല്ല, സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ആദരവുണ്ട്, വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ടാണ് കുറേയൊക്കെ അദ്ദേഹം തിരശ്ശീലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ്. പക്ഷേ അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എല്ലാവർക്കും ഇഷ്ടമാണ്. സിൻസിയറാണ്. അതാണ് അതിൻ്റെ ആ സിൻസിയറിറ്റി തിരിച്ചറിയുക. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞാൻ ഗുരുവായൂർ പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ പോകുന്നേ ഉള്ളൂ. സുരേഷ് ഗോപിയുടെ വലിയ കട്ടൗട്ട് ഇരിപ്പുണ്ട്. ഇങ്ങനെ നെഞ്ചിൽ കൈവച്ചിട്ട് അതിന് താഴെ എഴുതിയിരുന്ന ക്യാച്ച് വേർഡ് എന്ന് പറഞ്ഞാൽ ചതിക്കില്ല, ഉറപ്പാണ്. അതിനേക്കാൾ വലിയ ഒരു മനസ്സിൽ കയറുന്ന വാചക, ചതിക്കില്ല, സുരേഷ് ഗോപി ചതിക്കില്ല, ചതിക്കുമെന്ന് ഒരാളും പറയില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് സുരേഷ് ഗോപി കൊള്ളാം, ആൾ നല്ലതാണ്, പക്ഷേ മോശം പാർട്ടിയിലായിപ്പോയി, ചാണകം ചവിട്ടിപ്പോയി. അതൊരു ബാലൻസിംഗ് ആണ്. സുരേഷ് ഗോപി കൊള്ളാം, പക്ഷേ പാർട്ടി വേറെയായിപ്പോയി. അത് CPMകാരും സുഡാപ്പികളുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത BJPക്കുള്ള സ്വീകാര്യതയായി മാറുന്നു എന്നുള്ള വല്ലാത്ത ഒരു ഭയപ്പെടലുണ്ട്. ഈ ഭയപ്പെടലിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ജോൺ ബുട്ടാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നല്ല ഭാഷയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പ്രസൻറ്റബിളാണ്. ഇതൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം കേരളത്തിന് വേണ്ടി കുറച്ചുകൂടെ ആർജവത്തോടെ ആത്മാർത്ഥതയോടെ സംസാരിക്കട്ടെ. മാത്രമല്ല, കേരളത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പം ഈ LDF ഗവൺമെൻറ് സാമ്പത്തിക കെടുതികളിൽപ്പെട്ടിരിക്കെ കേന്ദ്രത്തിൻ്റെ ഔദാര്യത്തിലും സഹായത്തിലും ഇനി ഈ മാസം പോലും അവർക്ക് ത്രൈവ് ചെയ്യാൻ അല്ല, ഇപ്പോൾ സംബന്ധിച്ചിട്ടുണ്ട്. മറ്റേ 12,000 കോടി രൂപ വായ്പ എടുക്കാൻ അനുവാദം കൊടുത്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. മാർച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ കാരണം ഇത് ഇയറൻ്റാണ്. അതെ. അപ്പോൾ അങ്ങനെ സംഭവിച്ചുവെങ്കിൽ അത് കേരളം വെൽക്കം ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതുപോലെയുള്ള കേരളത്തിൻ്റെ ദൈനംദിന സാമ്പത്തികവും വ്യാവസായികവുമായ വളർച്ചയ്ക്ക് അവിടെ ഒരു അംബാസഡറെ പോലെ പ്രവർത്തിക്കേണ്ട ഒരാളാണ്. ഇപ്പോൾ അക്കാര്യത്തിലൊക്കെ തോമസ് മാഷ് ഒരു മുൻ കോൺഗ്രസ്സുകാരൻ എന്നതിൽ ഒരുപാട് പരിമിതിയുണ്ട്. ഇത് രാഷ്ട്രീയം പറഞ്ഞ ഒരു രാജ്യസഭയിലെ നിലവിലെ MP ആണ്. കേരളത്തിന് എൻ്റെ ആവശ്യത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ എല്ലാ അർത്ഥത്തിലും ബാധ്യസ്ഥനായ ഒരാളാണ്. അത് ചെയ്യാതെ ഒരു രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട്
ചീപ്പായ രാഷ്ട്രീയം കളിക്കാതെ അദ്ദേഹം കുറച്ചുകൂടെ അദ്ദേഹത്തിൻ്റെ സ്കോളർലി ആയ ഒരു സമീപനം. അല്ല, ജോൺ ബ്രിട്ടാസ് ശരിക്കും ജോൺ ബ്രിട്ടാസിനും സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുപ്പമുണ്ട്. ഈ സൗഹൃദം കൂടെ ഉപയോഗിച്ച് ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും തമ്മിൽ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അതാണല്ലോ മുഖ്യമന്ത്രിയോടൊപ്പം ഇവിടുത്തെ ഗവർണറാണ് പോയത്. അതെ, നിർമ്മല സീതാരാമന്. അതൊരു സന്ദേശമായിട്ട് എടുക്കണ്ടേ? അതെ, സുരേഷ് ഗോപിയും ബ്രിട്ടാസും ഒന്നിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി വർത്തമാനം പറയട്ടെ. അല്ലാതെ ഈ നേരത്തെ പറഞ്ഞ പോലെ നായയെ പോലെ, ചന്ദ്രനെ കണ്ട് കുറയ്ക്കുന്ന നായയെ പോലെ ബ്രിട്ടാസ് മാറരുത്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.